ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നവീൻ സ്നാക്സ് മാജിക് യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു, സേഫ് ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സേഫാണെന്ന് പറയാൻ കാരണം നമുക്കിപ്പോൾ പനി, ഓരോ അസുഖങ്ങൾ, ചൂട് എല്ലാം കൊണ്ട് നമ്മൾ ആകെ വലഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കട്ടെ, സേഫായിട്ടിരിക്കട്ടെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയെന്ന് വെച്ചാൽ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ റിലേറ്റ് ചെയ്തിട്ട് ഇപ്പോഴും ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നു, ഡൗട്ട്സ് ചോദിക്കുന്നു, മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്, ഇന്ന അടുത്ത് പഠിച്ചാൽ എന്താണ് ഗുണം, അതെന്താണ്, ഇതെന്താണ്, എല്ലാ കാര്യങ്ങളും ഞാൻ ഒരു മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ഞാൻ എന്നോട് ചോദിക്കുന്നവരോട് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഞാനൊരു ക്ലാസ്സിന് ജോയിൻ ചെയ്യാണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് തന്നെ. ഓക്കെ, വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ക്ലാസ് നമുക്ക് 17-ാം തീയതി തുടങ്ങേണ്ട ക്ലാസ് 24 24 ഇപ്പോൾ അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇനി അടുത്ത തിങ്കളാഴ്ച വെയിറ്റ് ചെയ്യണം, March 3. പക്ഷെ അതിന് കാരണം ഫെബ്രുവരി ഒരു മിഡോടുകൂടി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് അതുകൊണ്ടൊരു നേട്ടം ഉണ്ടാവില്ല. അപ്പോൾ അതിപ്പോൾ നമുക്ക് പോർഷൻസ് പെട്ടെന്ന് തീരണമെന്നില്ല. അപ്പോൾ മാർച്ച് ആകുമ്പോൾ നമുക്കൊരു 11 മാസം കോഴ്സ് പെട്ടെന്ന് കംപ്ലീറ്റ് ആയിക്കോളുമല്ലോ. അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും അത് എക്സ്റ്റെൻഡ് ആയ അത് എല്ലാവരെയും ബാധിക്കും. കാരണം നമ്മൾക്ക് എപ്പോഴും ജോബൊന്നും ആയിട്ടില്ല, പാർട്ട് ടൈം ജോബ് കാര്യങ്ങളൊക്കെ നോക്കുന്നു. അപ്പം കുറേ കാര്യങ്ങൾ നമ്മുടെ ആവശ്യത്തിനുള്ള വേണ്ടതാണല്ലോ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് കോഴ്സ് ഇപ്പോഴും എക്സ്റ്റെൻഡ് ആവില്ല എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അതുകൊണ്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സമയത്ത് എനിക്ക് നിങ്ങൾ പുതുതായിട്ട് ജോലിക്ക് ആരെങ്കിലും കയറുന്നുണ്ടെങ്കിൽ, ഈവൻ നമ്മുടെ ഇപ്പോൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി പ്ലേസ്മെൻറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്, പ്ലേസ്മെൻറ്റ് കിട്ടുന്നവരുണ്ട്, സെൽഫായിട്ട് നോക്കി എക്സ്പീരിയൻസ് ത്രൂ കയറുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്കൊരു കാര്യം സജസ്റ്റ് ചെയ്യാറുണ്ട്. വേറൊന്നുമല്ല, ഞാൻ ചെയ്ത ഇൻറ്റേൺഷിപ്പിൽ എക്സ്പീരിയൻസിൽ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് എത്തിയത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ റിലേറ്റ് ചെയ്തുള്ള കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തന്ന ശേഷം നമ്മൾ ഇൻറ്റേൺഷിപ്പ് ചെയ്ത ഹോസ്പിറ്റലിലെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ്, എന്തായിരുന്നു അവിടെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ കയറുമ്പോൾ, ജോലിക്ക് കയറുമ്പോഴും ഇങ്ങനെ ഒരു അബദ്ധം പറ്റാൻ സാധ്യതയുണ്ട്. ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ എടുത്തതാണ് ഞാൻ ശരിക്കും. കാരണം എനിക്കിത് ശരിക്കും പറയുമ്പോൾ ഒരു അബദ്ധം തന്നെയാണ്. പക്ഷെ എന്താ പറയുക, ആ സമയത്ത് നമുക്ക് എന്താ പറയേണ്ടത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ എന്തായാലും ആദ്യം ആ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ ബേസ് ചെയ്തിട്ടുള്ള ചോദിച്ചതിൻ്റെ ഡൗട്ട്സ് ഒന്ന് ക്ലിയർ ചെയ്യാം, എന്നിട്ട് നമുക്ക് ആ എക്സ്പീരിയൻസിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ചോദിച്ച ഒരു എന്താ പറയുക ഡൗട്ട് മെയിനായിട്ട് ചോദിക്കുന്നത് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്. എനിക്ക് ഇപ്പോഴും പറയാൻ, എനിക്കെന്നല്ല ആരും പറയില്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല. പക്ഷേ ഇന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചാൽ അതുകൊണ്ട് ഗുണമുണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ISSD പഠിച്ച എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് അവിടെ നിന്ന് നമുക്കൊരു നല്ലൊരു കരിയർ കൊണ്ടുവരാൻ പറ്റാഞ്ഞതെന്ന്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തു, സർട്ടിഫിക്കേഷനും കിട്ടി, എക്സാമും പാസ്സായി. പക്ഷേ എന്തുകൊണ്ട് ജോലി കിട്ടുന്നില്ല? അവിടെ ഒരു പോയിന്റാണ്, അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അവിടെ ഒരു അർത്ഥം നമുക്കൊരു ഇൻറ്റേൺഷിപ്പ് ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസോ തന്നിട്ടില്ല എന്നാണ്. ഇനി പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇൻറ്റേൺഷിപ്പ് തരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അവിടെ നിന്ന് ജോലിക്ക് കയറുന്ന കുട്ടികൾക്ക് ജോലി കിട്ടുന്നുമില്ല. അതെന്താണെന്ന് ചോദിച്ചാലും അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പേർക്ക് ഡൗട്ട്സ് വരുന്ന ഒരു സമയമാണ്. കാരണം ഒരു പുതിയ കോഴ്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നല്ല, ഏത് കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോഴും പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എല്ലാവരും, അത് കുട്ടികൾ മാത്രമല്ല പേരൻസും കൂടി അന്വേഷിക്കുന്ന ഒരു സമയമാണിത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് വാല്യൂ ആയിട്ടുള്ള ഒരുപാട് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ലോകത്ത് ഒരുപാട് വാല്യൂ ആയിട്ടുള്ള കോഴ്സസ് ഉണ്ട്. നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും അതിൻ്റെതായ വാല്യൂ ഉണ്ട്. പക്ഷേ പഠിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിലുള്ളത്, ഇപ്പോൾ PG ഡിപ്ലോമ തന്നെ, ഞാൻ ഒരിക്കലും PG ഡിപ്ലോമ നിങ്ങൾ പഠിക്കണമെന്ന് പറയില്ല. കാരണം ഡിപ്ലോമയും PG ഡിപ്ലോമയും അല്ലാതെ MBA, MHA ആ ലെവലിലുള്ള കോഴ്സസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം നമുക്ക് സാമ്പത്തികപരമായിട്ടും നമുക്ക് കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ PG ഡിപ്ലോമയിലോട്ട് പോയത്. അപ്പോൾ PG ഡിപ്ലോമ കഴിഞ്ഞ് ഞാൻ MBA ചെയ്യും. PG ഡിപ്ലോമ വഴി ഞാൻ ജോലിയൊക്കെ ആയ ശേഷം ഒരു 1 year 2 year എക്സ്പീരിയൻസ് ആയിട്ട് അവിടെ നിന്ന് MBA ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. ഓക്കെ, അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് പോകണ്ട. അപ്പം നമുക്ക് എന്താ പറയുക, നിങ്ങൾ എപ്പോഴും കണ്ടുപിടിക്കുകയാണെങ്കിൽ MBA, MSA പോലുള്ള ബെറ്റർ കോഴ്സസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് അത് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ചോദിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞ ഇൻറ്റേൺഷിപ്പ് ചെയ്ത ഹോസ്പിറ്റലിൽ തന്നെയാണ്, അക്കാഡമിയാണ്, ഫ്യൂച്ചറൈസ് അക്കാഡമി. അവരുടെ ക്ലാസ്സാണ് മാർച്ച് തുടങ്ങുന്നത്. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ തന്നെ പാർട്ട് ടൈം ആയിട്ട് ജോബിന് കയറാൻ അവരെനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ട്. അത് പോസിബിൾ ആവുമോ ഇല്ലയോ എന്ന് അറിയില്ല, ക്ലാസ് ടൈമിൻ്റെ അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും തരുന്നത്. അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ നമുക്ക് ജോലിയും ചെയ്യാം, അവിടെ തന്നെ ജോലിയും ചെയ്തുകൊണ്ട് പഠിക്കുകയും ചെയ്യാം. അങ്ങനെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കൂടുതൽ അന്നേരം കിട്ടുന്ന നോളജസ് ഒക്കെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നതുമായിരിക്കും. ഓക്കെ, അടുത്തത് പ്ലേസ്മെന്റും ഇന്റേൺഷിപ്പിന്റെയും കാര്യം ചോദിക്കുന്നവർ. ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റൈഫൻഡോടുകൂടി തരുന്നത്, ഇപ്പം ഞാൻ പോകുന്നിടത്ത് ഇന്റേൺഷിപ്പ് സ്റ്റൈഫൻഡോടുകൂടി തരുന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞേക്കുന്നത്. നമുക്കറിയില്ല, ഇപ്പം അവരങ്ങനെയാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്.
എന്നാൽ ബാക്കിയുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും അവർ കൊടുക്കുന്നത് ഇന്റേൺഷിപ്പ്, അവരല്ല കൊടുക്കുന്നത്, ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന അവരാണ് ഹോസ്പിറ്റലിലോട്ട്. ഹോസ്പിറ്റലിൽ അവർ ഒരിക്കലും ഇന്റേൺഷിപ്പിന് പൈസ കൊടുക്കുന്നില്ല, അങ്ങോട്ടും കൊടുക്കണ്ട ഇങ്ങോട്ടും കിട്ടത്തില്ല. അങ്ങനെയാണ് ചില ഹോസ്പിറ്റലുകാർക്ക് പെയ്ഡ് ആയിട്ട് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരും. ശരിക്കും അങ്ങനെയുള്ളടത്ത് പോയി ജോയിൻ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്ത് പഠിക്കേണ്ട ഒരു ആവശ്യവുമില്ല. റിപ്പീറ്റഡ് ആയിട്ടുള്ള എല്ലാ ഹോസ്പിറ്റലുകാരും ഇപ്പോൾ ചെയ്യുന്ന ഒരു പരിപാടി അതാണ്, നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കുക എന്നുള്ള ഒരു പരിപാടി ചെയ്യും. പക്ഷേ അത് ഒരുപാട് പേർക്ക് അത് ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. നമ്മളൊരു ഫ്രീ ആയിട്ട് ഇന്റേൺഷിപ്പ് നൽകുന്ന സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ, പിന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്താണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ റിലേറ്റ് ചെയ്ത് ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് തന്നെയാണ് വരുന്നത്, വേറെ ഒന്നുമല്ല. പിന്നെ ISST പഠിച്ച എക്സ്പീരിയൻസ് പലരും ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് എന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയും എനിക്ക് അതിനെക്കുറിച്ചൊക്കെ പറയാനുള്ളൂ. അത് നമ്മളെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകണ്ട. ഇപ്പം തന്നെ വീഡിയോ 5 മിനിറ്റായി. അപ്പം എനിക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ ഇനി പോകുന്ന കുട്ടികളോട് പറയാനുള്ളൂ, ഇന്റേൺഷിപ്പ് മാത്രമല്ല ജോലിക്ക് കയറാൻ പോകുന്നവരോടും പറയാനുള്ളത്, നിങ്ങൾ ആക്ച്വലി ചിലപ്പോൾ 2 വർഷം എക്സ്പീരിയൻസ് ഹോസ്പിറ്റൽ മേഖലയിലോ അല്ലെങ്കിൽ ക്ലിനിക്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയൊരു ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടാവും. അങ്ങനെ ആയിരിക്കുമല്ലോ നിങ്ങൾക്ക് ജോലി കിട്ടിയത്. അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോകുന്ന കുട്ടികൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നേരെ ഡയറക്റ്റായിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്ത മേഖല ഏതാണെന്ന് വെച്ചാൽ കോൾ സെൻ്റർ ആയിരുന്നു. എനിക്ക് കമ്മ്യൂണിക്കേഷന് ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് കോൾ സെൻ്ററിലാണ് ഏറ്റവും കൂടുതൽ നിൽക്കാൻ പറ്റിയത്. അപ്പം നമ്മളവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് കോൾസ് വരും. ഇപ്പം ഇന്ന ഡോക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചുള്ള കോൾസാണ് കൂടുതൽ വരും. ഇപ്പം നമ്മളെ ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത, പല ഹോസ്പിറ്റലും ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ ഒരു മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ എന്താണെന്ന് വെച്ചാൽ കോൾസ് വരുന്നത് നമ്മൾ അപ്പോയിൻമെൻറ്റ് അവരെ വിളിച്ച് ഡോക്ടർ ഏതാണെന്ന് അന്വേഷിച്ചിട്ട് ആ ഡോക്ടറിൻ്റെ സ്ലോട്ട് ബുക്ക് ചെയ്ത് അങ്ങനെയാണ് കാര്യങ്ങൾ വരിക. എന്നാൽ നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ വാക്കിംഗ് പേഷ്യൻസ് കുറവാണ്. അതായത് നമ്മൾ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി ഇന്ന ടൈമിൽ 10 മണിക്ക് അവൈലബിൾ ആ രീതിയിലല്ല. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു ഡോക്ടറിൻ്റെ 6 പേഷ്യൻസ് 7 പേഷ്യൻസ് ആണെങ്കിൽ 6 പേരെ 7 പേരെ കാണാൻ വേണ്ടിയുള്ള ഒരു ടൈം നമ്മൾ ഫിക്സ് ചെയ്യും. ഡോക്ടറെ വിളിച്ച് ആ ടൈം ഫിക്സ് ചെയ്തിട്ടാണ് ഇന്ന ദിവസം ആ ഡോക്ടറിനെ കാണാൻ ആൾക്കാരെ വിളിച്ച് അറിയിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. അപ്പോയിൻമെൻറ്റ് എന്ന് പറയുമ്പോൾ ഓൺലൈനായിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്യുക, അവരെ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടാണ് വരിക. പിന്നെ ഡോക്ടറെ വന്ന് കണ്ട് കൺസൾട്ടേഷൻ ഫീ അടച്ച് മരുന്ന് മേടിച്ച് അങ്ങനെയാണ് പോവുക. അപ്പോൾ ഈ ഡോക്ടർ 5 പേരെ 6 പേരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ കഴിഞ്ഞു, പിന്നെ ഡോക്ടർ പിന്നെ വരില്ല. ഇപ്പോൾ ഇന്ത്യൻ സെൻറ്റിൽ എമർജൻസി ആണ് മാത്രമായിരിക്കും ഡോക്ടർ വരിക. പക്ഷേ അതിന് നമുക്ക് എനിക്ക് തോന്നുന്നു ഡോക്ടറിന് നമ്മൾ ചാർജ് അങ്ങോട്ട് കൊടുക്കും, നമ്മളല്ല നമ്മുടെ മാനേജ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. കാരണം ഡോക്ടർ അവരുടെ ടൈം കഴിഞ്ഞിട്ടും നമ്മളത് എന്താ പറയുക ഒരു ഓവർ ടൈം ഇരിക്കുമെന്ന് പറയില്ല, അങ്ങനെ ആ ഒരു പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതും ഇതേ രീതിയായിരുന്നു. അപ്പോൾ ഈ വാക്കിംഗ് പേഷ്യൻസ് കുറവാണ് അവിടെ. നമുക്ക് ICU ഉണ്ട്, പക്ഷേ നമുക്ക് ഈ എമർജൻസി ഇല്ല. അതേപോലെ കാഷ്വാലിറ്റി ഉണ്ട്. നമുക്ക് വേറൊരു നമുക്ക് എന്താ പറയുക നമ്മൾ കൂടുതൽ ഐസൊലേഷൻ ആ ഒരു രീതിയിലുള്ള, ഇപ്പം നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്. എനിക്ക് തോന്നുന്നു ICU ഇല്ലെന്ന്, ചില ഡിപ്പാർട്ട്മെൻറ്റ്സ് അവിടെ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളത് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് വാക്കിംഗ് പേഷ്യൻസ് ഇല്ല. അപ്പോൾ നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി ആയിട്ട് വരുന്ന ഒരു പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഡ്യൂട്ടി ഡോക്ടറെ കണ്ട ശേഷം ഇപ്പോൾ നമുക്ക് എമർജൻസി അവിടെ ഇല്ലെങ്കിൽ നമുക്ക് ICU ഉണ്ട് കേട്ടോ. ICUയുടെ എമർജൻസി ആണ് ഇല്ലാത്തത്. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് വേറെ ഹോസ്പിറ്റലിലോട്ട് അവരെ പറഞ്ഞു വിടും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഡ്യൂട്ടി ഡോക്ടേഴ്സ് 24 hours ഉണ്ടാവും. ആ ഡ്യൂട്ടി ഡോക്ടറിനെയാണ് നമ്മൾ കാണേണ്ടത്. അത് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും ഓരോ ഡ്യൂട്ടി ഡോക്ടേഴ്സും. ബാക്കി ഡോക്ടേഴ്സിന് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓരോ ദിവസവും ടൈമിംഗ് ഉണ്ടാവും. ആ ഡോക്ടേഴ്സിന് ഒരു പെർഫെക്റ്റ് ടൈമില്ല. ഇപ്പം നമ്മൾ രാവിലെ ഇന്ന ടൈം എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു സൈക്കോളജിസ്റ്റ് ശരത് എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, ശരത് സാർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ ടൈം എന്ന് പറയുന്നത് നമുക്ക് ഇന്ന ദിവസങ്ങളാണെന്ന് അറിയാം, പക്ഷേ ആ ടൈം തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. പേഷ്യൻസിനനുസരിച്ച് ടൈം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെയാണ് അവിടെ. അപ്പം ഞങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്ത സമയത്ത് എല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് കോൾസ് വരുന്നത് എടുക്കുക, സംസാരിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ കൂടെ മാർക്കറ്റിംഗ് പരിപാടിയും ചെയ്യുന്നുണ്ട്. ഈ മാർക്കറ്റിംഗ് ടെക്നിക്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആഡിന് ലീഡ്സ് വരുമല്ലോ, നമ്മുടെ ഇപ്പം ഫിസിയോതെറാപ്പി എന്താ പറയുക, നമ്മുടെ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ, അതേപോലെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ വെരിക്കോസ് വെയിൻ സർജറി, അങ്ങനത്തെ ഉള്ള ഓരോ ഇതിൻ്റെ ലീഡ്സ് വരും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എൻക്വയറി ചെയ്യുന്ന ആൾക്കാരുടെ ലീഡ്സ് നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ വരുമ്പോൾ നമ്മൾ അവരെ അങ്ങോട്ട് വിളിച്ച് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ടാർഗറ്റ് അങ്ങനെയൊന്നുമില്ല. മാർക്കറ്റിംഗ് സെഷന് ഞങ്ങളെ ഏൽപ്പിച്ചിരുന്നു. ഞങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കുട്ടികളായതുകൊണ്ട് ഞങ്ങളെ ഏൽപ്പിച്ചിരുന്നു എന്നേ ഉള്ളൂ. ഞങ്ങളത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ 2 സർജറി വരെ സെറ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 3 മാസം കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി. അപ്പോൾ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുക്കുന്ന നമ്മൾ അങ്ങനെ നമുക്കതിന് ഇൻസെൻറ്റീവ് അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മളത് വർക്ക് ചെയ്യുന്നു. നമുക്ക് അവിടെ പേയ്മെൻ്റ് ഒന്നും കിട്ടത്തില്ല. നമ്മൾ ഫ്രീ ഇന്റേൺഷിപ്പ് ആയിരുന്നു. അപ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് വരും അത് നമ്മൾ ചെയ്യുന്ന ഡെഡിക്കേഷൻ അനുസരിച്ച്. അപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന മെയിൻ കാര്യം ഇതായിരുന്നു. അപ്പോൾ കോൾസ് നമ്മൾ വരുമ്പം അതെടുത്ത് സംസാരിക്കുക. അവരുടെ ഡോക്ടർ അവർ ചോദിക്കുന്ന എത്ര കാര്യമുള്ളൂ, ഇന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ഉണ്ടോ, അല്ലെങ്കിൽ ഇന്ന ഡോക്ടർ ഇവിടെ ഉണ്ടോ, എത്ര മണിക്കാണ് എന്നൊക്കെ ചോദിക്കുമ്പം
നമ്മൾ ആ വിളിച്ച ആളുടെ ഡീറ്റെയിൽസ് അപ്പോൾ തന്നെ നമ്മൾ എക്സൽ ഷീറ്റിൽ എൻ്റർ ചെയ്തിടും. ഒരു എക്സൽ ചെയ്തിട്ടുണ്ട്, ആ എക്സലിൽ എൻ്റർ ചെയ്തിടും. എന്നിട്ട് നമ്മൾ ഈ ഡോക്ടറിനാണോ മെൻഷൻ ചെയ്യും. അങ്ങനെ നമ്മൾ മെൻഷൻ ചെയ്യുമ്പോൾ ആ ഡോക്ടറിന് എത്ര പേഷ്യൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. ആ പേഷ്യൻസ് ഇത്ര പേരാണ്, അത് ഡോക്ടറിനെ വിളിച്ച് അറിയിക്കും. പിന്നെ ആ ഡോക്ടർ അവൈലബിൾ ആയിട്ടുള്ള ടൈം എന്താണെന്ന് അറിഞ്ഞ ശേഷം പേഷ്യൻസിനെ നമ്മൾ വിളിച്ച് അങ്ങോട്ട് അറിയിക്കും. ഇതാണ് നമ്മൾ അവിടെ ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ അത് നമ്മൾ പെട്ടെന്ന് ഫോളോ ചെയ്തിട്ട് നമുക്ക് തന്നെ ഓഫീസ് ഫോണുണ്ട്, അപ്പോൾ അതിലേക്ക് നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുക്കും, അവർക്ക് ബ്രോഷേഴ്സ് അയച്ചു കൊടുക്കും. സർജറിയുടെ അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ലീഡ്സ് വരില്ലേ, ലീഡ്സ് വഴി വിളിക്കുന്ന കോൾസിന് ആൾക്കാർക്ക് അവരെ നമ്മൾ കൺവിൻസ് ചെയ്യുകയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. കൺവിൻസ് ചെയ്തിട്ട് നമ്മൾ അവർക്ക് ഡീറ്റെയിൽസ് അയക്കും. അവർക്ക് നോട്ട് ഇൻട്രസ്റ്റ് ആണ്, നമ്മൾ അത് ഇട്ടേച്ച് പോകും. അതായത് അവർ നോട്ട് ഇൻട്രസ്റ്റ് ആണ്, താല്പര്യമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അത് റെഡ് ഇടും. അത് കുറേ നമ്മൾ ഒരു എന്താ പറയുക കളർ കോഡ് ഉണ്ട്. അതിപ്പോൾ ഈ എക്സെല് ചെയ്യുന്നവർക്ക് അറിയാം, കുറേ കളർ കോഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഫോളോ അപ്പ് ആണെങ്കിൽ പച്ച, നോട്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ എന്താ പറയുക നമ്മൾ റെഡ് ഇടും. ആ രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇൻട്രസ്റ്റ് ആണെങ്കിൽ എനിക്ക് തോന്നും മഞ്ഞയാണെന്ന് തോന്നും. ഈ രീതിയിലാണ്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് കോൾ സെൻറ്ററിൽ ഫോളോ അപ്പ് ഈ ഒരു മാർക്കറ്റിംഗ് സെഷനിലും ഞങ്ങൾ മാനേജ് ചെയ്തു. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ കോൾസ് വരുമ്പോൾ നമ്മൾ എടുപ്പിക്കും. പക്ഷേ കോൾസ് എടുക്കുമ്പോൾ ഞങ്ങൾക്ക് പല കാര്യങ്ങളും പറയാൻ അറിയില്ല, കാരണം ഞങ്ങൾ തുടക്കക്കാരല്ലേ. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറേ ട്രെയിനിങ്സ് ആ സമയത്ത് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ഒരു 2 ഇത്തമാരുണ്ടായിരുന്നു. പുള്ളിക്കാരി പേഷ്യൻ്റ് കെയർ എക്സിക്യൂട്ടീവ് കൂടിയാണ്. അപ്പം മാമിൻ്റെ നമുക്കൊരു ട്രെയിനിങ് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി എപ്പോഴും നമുക്കിത് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുമ്പം ഞങ്ങൾക്കത് വളരെ ഹെൽപ്പായിരുന്നു. മനസ്സിലായില്ലേ? പിന്നെന്ന് വെച്ചാൽ നമുക്കുണ്ടായൊരു മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു ദിവസം വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ 2 ഇത്തമാരാണ്. അപ്പോൾ ഇത്തമാർക്ക് 2 പേർക്കും ബിസി ആയതുകൊണ്ട് അവരൊന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ആയി. അപ്പോൾ എന്നെയും എൻ്റെ വേറെ ഫ്രണ്ട് കൂടി ഉണ്ടായിരുന്നു, നന്ദിനി. ഞങ്ങൾ 2 പേരെയും കൂടി ഏൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പോൾ നമ്മളവിടെ ചെയ്തൊരു മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ അതൊരു മണ്ടത്തരം എന്ന് പറയാൻ പറ്റില്ല, നമുക്കറിയില്ല. ഔട്ട് കോഴ്സ് ഒരുപാട് വരും. അതായത് നമ്മുടെ ആ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ പല ഹോസ്പിറ്റൽസ് വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സാണ്. അപ്പോൾ ഈ ഡോക്ടേഴ്സ് പല ഹോസ്പിറ്റലിൽ പോയി വർക്ക് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരിക. അപ്പോൾ ആ ഡോക്ടറിന് വേണ്ട പേഷ്യൻസിനെ കണ്ടിട്ട് ആ ഡോക്ടർ തിരിച്ചു പോകും. ആ ഡോക്ടർ ചിലപ്പം ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഒരു ഡോക്ടർ ആയിരിക്കും, പക്ഷെ അവരൊരു ഇംഗ്ലീഷ് പാർട്ട് ടൈം പോലെ ആ രീതിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പല ഹോസ്പിറ്റലിൽ പോയി വർക്ക് ചെയ്യുന്നത്. നമ്മുടെ അതെന്ന് പറയുമ്പോൾ നമ്മൾ പല ഡോക്ടേഴ്സ് കൂടി ഒരുമിച്ചുള്ളൊരു ഹോസ്പിറ്റലാണ് ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് ചേഞ്ചസ് ഒക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് സൈറ്റിൽ നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ആ സൈറ്റ് എന്തായാലും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് കൊടുത്തേക്കാം, നിങ്ങളൊന്ന് കയറി നോക്കിയാൽ മതി. ഹോസ്പിറ്റലിൻ്റെ സൈറ്റ് ക്ലാസ് അല്ല, നമ്മുടെ ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, നമ്മുടെ ആ ഒരു ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റൽ എങ്ങനെയാണ്, ഈ രീതിയിലായിരുന്നു നമ്മുടെ ആ ഒരു വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പം ഡോക്ടേഴ്സ് പല ഹോസ്പിറ്റലിൽ പോയി വർക്ക് ചെയ്യുന്നവരാണ് ഇവിടെ വന്നിട്ട് വന്ന പേഷ്യൻസിനെ കണ്ടിട്ട് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഈവൻ എമർജൻസി ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ച് അവരെ അറിയിക്കുകയും ചെയ്യും. എമർജൻസി പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഡോക്ടറിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, നമുക്ക് അങ്ങനെ ഇരുന്നപ്പോൾ ഒരു കോള് വന്നു. അപ്പോൾ ഈ കോള് വന്നതെന്ന് വെച്ചാൽ പുറത്തുള്ളൊരു ഡോക്ടറാണ്. നമുക്ക് ചില മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ഇപ്പോൾ കിംസ് അല്ല, ആസ്റ്റർ, റിനൈ മെഡിസിറ്റി, പിന്നെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ അങ്ങനെ വലിയ വലിയ ഹോസ്പിറ്റൽ, മെഡിക്കൽ ട്രസ്റ്റ്, അങ്ങനത്തെ ഹോസ്പിറ്റലിലൊക്കെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവും. ഇങ്ങനെ ഉള്ള ഡോക്ടേഴ്സ് അങ്ങനെയുള്ള പ്രത്യേകമായിട്ട് നമ്മൾ അത്രയും സ്പെസിഫിക്കേഷൻ എന്ന് പറയാൻ, അതായത് നമ്മൾ വളരെയധികം നോർമൽ ഡോക്ടേഴ്സിനെ പോലെ, അതായത് സാധാരണ ഡോക്ടേഴ്സിനെ പോലെ അല്ലാതെ തന്നെ കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ കൂടുതൽ റെസ്പെക്റ്റ് കൊടുക്കേണ്ട ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അവിടെ നിന്ന് വിളിച്ചിട്ട് നമ്മളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കും. ഇപ്പം ഇന്ന ഡിപ്പാർട്ട്മെൻറ്റ് കണക്ട് ചെയ്യാമോ, നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ചോദിക്കും. അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻസ് അവിടെ വരും. മിക്കപ്പോഴും വിളിക്കുമ്പോൾ നമ്മളെ കണക്ട് ചെയ്യാൻ ഓരോ കോഴ്സ് വരും. നമ്മൾ അടുത്തിരിക്കുന്നവരോട് ചോദിച്ചിട്ടാണ് കണക്ഷൻ കൊടുക്കുന്നത്. പക്ഷേ അത് സിസ്റ്റമാറ്റിക് ആണ് ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് ആ ഒരു കാര്യം അറിയില്ലായിരുന്നു. ഞങ്ങൾ തുടങ്ങി എനിക്ക് തോന്നുന്നു ഒരു 2 month ആയ സമയത്ത് കണ്ടാണ് ഈ സംഭവം ഉണ്ടായത്. ഞങ്ങൾ 3 മാസത്തെ ഇന്റേൺഷിപ്പ് അല്ലേ, 1 മാസം ആയപ്പോൾ തന്നെ കാര്യങ്ങൾ പഠിച്ചു. പക്ഷേ 2nd month ആയപ്പോഴും ഞങ്ങൾക്ക് ഈ കോൾ ട്രാൻസ്ഫർ ചെയ്യാൻ അറിയില്ല. അത് കുറച്ച് പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, കാരണം നമ്മൾ ആ സിസ്റ്റമാറ്റിക് ചെയ്താലേ ശരിയാവുന്നുള്ളൂ. പിന്നെ പതുക്കെ ചെയ്തു തുടങ്ങി. അപ്പം അന്നേരം പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ആദ്യം തന്നെ ആ കോള് വന്ന സമയത്ത് ഇന്നുപോലെ സംസാരിച്ചിട്ട് നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കണക്ട് ചെയ്യാൻ കോള് അവിടെ സാർ ഒന്ന് ഹോൾഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ഒരിക്കലും പറയാൻ പോലും പാടില്ല, ഹോൾഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ഹെഡ്ഫോൺ അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടിയോട്, അതായത് എൻ്റെ കൂടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നൊരു കുട്ടിയോട് പറഞ്ഞു, എടി അതെങ്ങനെ ചെയ്യുന്നത്, നമുക്ക് കോൾസ് ഇങ്ങനെ വരുന്നുണ്ട്, ദൈവമേ ഇത് വേറൊരു സാറാണ്, ഇപ്പോൾ എങ്ങനെ ചെയ്യണേ, എനിക്ക് ടെൻഷനാണെന്നൊക്കെ ഞാനങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ സംസാരിക്കുന്നതെല്ലാം പുള്ളിക്കാരൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നതാണ് അതിലും വലിയ കോമഡി. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഹെഡ്ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് അതിൽ മ്യൂട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഞങ്ങൾ ആ മ്യൂട്ട് കൊടുക്കാതെ അത് ഓട്ടോമാറ്റിക് കോൾസ് ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ പുള്ളിക്കാരൻ അത് റെക്കോർഡാണല്ലോ കോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ സംസാരിച്ചത് എല്ലാം അതിനകത്ത് പുള്ളിക്കാരന് കേൾക്കാം, നമ്മളീ പറയുന്നതല്ല. അപ്പം ഞങ്ങൾ മൈക്ക് ഇവിടെ ഉണ്ട്, ഇത് താഴ്ന്നു കിടക്കാണെങ്കിൽ ഈ മൈക്ക് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത് എനിക്ക് അറിഞ്ഞില്ല. അപ്പോൾ ഞാൻ പറയുന്നതെല്ലാം പുള്ളിക്കാരന് കേൾക്കുന്നുമുണ്ട്. അപ്പോൾ അയാൾക്ക് മനസ്സിലായി കാണും ഈ പിള്ളേരൊന്നും അറിയാത്ത ആൾക്കാരാണെന്ന്.
അപ്പം തന്നെ ഞാൻ നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ചേച്ചിയെ വിളിച്ചു. നമ്മുടെ തൊട്ടടുത്ത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, താഴെയുണ്ട് മേളിലുണ്ട്. ആ ചേച്ചി വന്നു, പുള്ളിക്കാരിയോട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു. പുള്ളിക്കാരി കോൾ എടുത്തപ്പം ചെറിയൊരു വഴക്ക് കേട്ടു. എന്നാലും ചോദിച്ചപ്പോൾ പറഞ്ഞു, സാർ അത് ട്രെയിനേഴ്സാണ്, ഇവിടുത്തെ പുതിയ കുട്ടികളാണ്, ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന ട്രെയിനീസാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ പുള്ളിക്കാരന് മനസ്സിലായി. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ശ്വാസം നിലച്ചു പോയൊരവസ്ഥയായി പോയി. കാരണം ഞങ്ങൾ ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി, ഈ കോഴ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ ഹോസ്റ്റലിൽ എത്തുന്ന വരെ എനിക്ക് തുരുതുരാ കോൾസായിരുന്നു. ഞങ്ങളുടെ ടീമിൽ താഴെ ആതിര എന്ന് പറഞ്ഞൊരു ചേച്ചി, പുള്ളിക്കാരി റിസപ്ഷൻ്റെ ഒരു ഹെഡാണ്. ആ ചേച്ചി വിളിക്കുന്നു, ഞങ്ങളുടെ ഇത്തമാർ വിളിക്കുന്നു, അതായത് ഞങ്ങളുടെ കോൾ സെൻറ്റർ മാനേജ് ചെയ്യുന്ന ഇത്തമാർ, എല്ലാവരും വിളിച്ച് ഞങ്ങൾക്ക് തലവേദന ആയിപ്പോൾ ഞങ്ങൾ. അപ്പം മറ്റേ കുട്ടി വിളിച്ചപ്പോൾ അവൾ എൻ്റെ പേര് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അപ്പോൾ പിന്നെ എനിക്കാണല്ലോ കോൾസ് കൂടുതൽ. അപ്പം ഞാൻ പിന്നെ എല്ലാം മാനേജ് ചെയ്തു. പിന്നെ സോറി ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെയുള്ള പറഞ്ഞ് പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ഈ ഡോക്ടർ ആ പുള്ളിക്കാരൻ അത് സീനാക്കി. കാരണം നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അത്ര പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തി വിളിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളിങ്ങനെ റോങ് ഇൻഫർമേഷൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്ക് ദേഷ്യമാവും. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ നമ്മുടെ HR വിളിച്ചു. പിന്നെ HR നിന്ന് മാനേജറിലേക്ക് പോയി, മാനേജ്മെൻറ്റിൽ നിന്ന് ഹെഡ് ഓഫീസിലേക്ക്, അങ്ങനെ ആ രീതിയിലോട്ട് കോൾസ് ട്രാൻസ്ഫർ ആയി. അപ്പോഴാണ് പിന്നെ പറഞ്ഞത്, ഇത് കുട്ടികൾ ഇവർ പുതുതായിട്ടുള്ള ആൾക്കാരാണ്, ഇവർ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ്, അതുകൊണ്ട് അവർക്ക് അറിയില്ല എന്നുള്ളൊരു ഇത് പറഞ്ഞത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അല്ലാതെ നമ്മളൊരു സ്റ്റാഫ് ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ജോലി പോകാൻ ഒരൊറ്റ കാര്യം മതിയായിരുന്നു. അത് കാരണം ഇതൊരു വലിയൊരു മിസ്റ്റേക്സ് ആണ്. നമ്മൾ അവിടുത്തെ ഒരു സ്റ്റാഫ് ആകുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യം, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കണക്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആരെങ്കിലും ഒരാളെ വിളിച്ചിരിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ വേറെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ പറയുന്നതെല്ലാം പുള്ളി കേൾക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ടെൻഷൻ കൊണ്ട് ഇങ്ങനോട് എന്ത് പറയും, പുള്ളിയോട് എന്ത് പറയും, അതെന്ത് പറയും, ഇതെന്ത് പറയും എന്നുള്ള രീതിയിൽ കുറേ സംസാരിച്ചു. ഇതെല്ലാം പുള്ളി കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ആ ടെൻഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ആ ഒരു സമയത്ത് ഓർക്കുമ്പോൾ തന്നെ ഒരു പേടിയുണ്ട്. നമുക്ക് ഇന്റേൺഷിപ്പ് എങ്ങനെയും കംപ്ലീറ്റ് ചെയ്യണം, അതിനിടയ്ക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത്. പക്ഷേ അതിന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പിന്നെ മനസ്സിലായി. കാരണം അത് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ പിന്നെ അത് പഠിച്ചു, കോൾ ട്രാൻസ്ഫർ ചെയ്യാൻ പഠിച്ചു, പെട്ടെന്ന് ആളെ വിളിക്കാൻ പഠിച്ചു. ഒരു നിമിഷം പോലും, നമ്മൾ ഒരു സെക്കൻഡ് പോലും നമ്മൾ വേസ്റ്റ് ചെയ്യാതെ കറക്റ്റായിട്ട് എല്ലാം ക്ലിയർ ചെയ്ത് പോയി. അങ്ങനെ 3-ാമത്തെ മാസം വരെ ഞങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തു തുടങ്ങി. 3-ാമത്തെ മാസമൊക്കെ തന്നെ ഞങ്ങൾ ബെറ്റർ പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ ആ ഒരു മാർക്കറ്റിങ്ങിൻ്റെ പരിപാടി ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ആയി. പക്ഷേ അവിടെ സ്റ്റാഫായിട്ട് 3 മാസം കഴിഞ്ഞ് നമ്മൾ ഓക്കെയാണ് എടുക്കുമെന്നാണ്. പക്ഷേ ഞങ്ങൾ കോൾ സെൻറ്ററിൽ എടുക്കേണ്ടതായിരുന്നു സ്റ്റാഫായിട്ട്. ആ ടൈമിൽ അവിടെ വേക്കൻസി ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ പറഞ്ഞ ഇവിടെ ഹോസ്പിറ്റൽ ഷിഫ്റ്റിങ്ങും കൺസ്ട്രക്ഷൻ പരിപാടിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അവിടെ നിന്ന് പോകുന്നതാണ്. അപ്പോൾ ഇപ്പോഴാണ് വീണ്ടും ആ ഒരു അക്കാഡമിയിലേക്ക് തിരിച്ചു പോകുന്നത്. അക്കാഡമി അല്ല, അവരെ ഹോസ്പിറ്റലിലേക്ക് തന്നെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് നമ്മൾ ആ ഹോസ്പിറ്റലിൽ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഈ എക്സ്പീരിയൻസ് ഒക്കെ ഇപ്പോഴും വീണ്ടും ഓർമ്മ വരിക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. അപ്പം ഇത് എക്സ്പീരിയൻസ് ആണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളിത് മനസ്സിലാക്കുക. നമ്മളൊരു ഹോസ്പിറ്റലിൽ ഇന്റേൺഷിപ്പിന് കയറുമ്പോഴോ ജോലിക്ക് കയറുമ്പോഴോ മെയിനായിട്ട് നിങ്ങൾ കോൾ സെൻറ്ററിലാണെങ്കിൽ, ഇനി കോൾ സെൻറ്ററിൽ അല്ലെങ്കിൽ റിസപ്ഷനിലാണെങ്കിലും നമ്മളിത് അറിഞ്ഞിരിക്കണം. ചില ഹോസ്പിറ്റലിൽ റിസപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കോൾസ് എന്ന് പറയുന്നത് നമ്മളെല്ലാം ഈ ടെലിഫോണിൽ വരുന്ന കോൾസാണ്. അപ്പോൾ അത് നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. മറ്റൊരു സിസ്റ്റമാറ്റിക് കോൾസ് ആണെങ്കിൽ അത് നമ്മൾ കുറച്ച് വട്ടം തിരിയുന്നുള്ളത് 100% സത്യമാണ്. കാരണം കോൾ സെൻറ്ററിൽ അറ്റൻഡ് ചെയ്യാൻ ചിലപ്പോൾ അവിടെ ആൾ കുറവായിരിക്കും. ഇപ്പോൾ ഇവിടെ ആൾ കുറവാണ്, ഞങ്ങൾ താഴെ റിസപ്ഷനിൽ പോയിരിക്കേണ്ടി വരും കോൾസ് എടുക്കാൻ. അപ്പോൾ അവിടെ വരുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് കോൾസ്, ഹിന്ദി, എല്ലാ ലാംഗ്വേജും വരും. പിന്നെ കുറേ ജോബ് എൻക്വയറീസ് വരും. അപ്പം നമ്മൾ CV നമ്പറിലേക്ക് അയക്കാൻ പറയും, മെയിലിൽ അയക്കാൻ പറയും, മെയിൽ ID പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വളരെ ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനീ പറയുന്നത്, ഞാൻ ചിലപ്പോൾ ഇനി വീണ്ടും ചെന്ന് തെറ്റിക്കണമെന്നുണ്ട്. കാരണം നമ്മൾ ആ ഒരു ഫ്ലോയിൽ പോവുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. നമ്മളിപ്പോൾ ഒരു ബ്രേക്ക് എടുത്ത് വീണ്ടും ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു മിസ്റ്റേക്സ് വരും. പക്ഷേ ആ മിസ്റ്റേക്സ് നമ്മൾ ക്ലിയർ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതാണ് മെയിൻ ഒരു കാര്യം. അപ്പോൾ വീഡിയോ ഇപ്പോൾ എത്ര മിനിറ്റ് ആയെന്ന് എനിക്ക് അറിയില്ല. ഞാൻ രണ്ടാമത് ഒന്നുകൂടി എടുത്തതാണ്, കാരണം എനിക്ക് ചെറിയൊരു കട്ട് ചെയ്യേണ്ടി വന്നായിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലിലെ സിസ്റ്റം രീതികൾ എന്നൊക്കെ പറയേണ്ടത്. ഇപ്പോൾ ഒരു പുതുതായിട്ട് കയറുന്ന ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യാൻ നല്ലൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, ഹോസ്പിറ്റലിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ പല എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ നല്ല രസമായിരിക്കും. മെയിൻലി നമുക്കൊരു അബദ്ധം വരുന്നത് മിക്കപ്പോഴും കോൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ്. ചിലപ്പോൾ നമ്മൾ കേൾക്കുന്ന വേറെ ഡിപ്പാർട്ട്മെന്റ് ഒന്നായിരിക്കും. ഇപ്പോൾ പറയും CSSD ഡിപ്പാർട്ട്മെന്റിൽ കണക്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ICUലോ കാഷ്വാലിറ്റിയിലോ പോയി കണക്ട് ചെയ്യും. അങ്ങനെയൊക്കെ അബദ്ധങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അവരത് ക്ഷമിക്കും. കാരണം നമ്മളൊരു പുതിയ വ്യക്തിയാണ്, അല്ലെങ്കിൽ പുതിയൊരു ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആണെന്നുള്ളത്, നമ്മളൊരു വ്യക്തിയാണ്, ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ഒരു എന്താ പറയുക എംപ്ലോയി ആണെന്നുള്ളതുകൊണ്ട് അവർ ആ ഒരു ക്ഷേമം നമുക്ക് തരും. പക്ഷേ ഡെയിലി ഇത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല, നമ്മളെ പറഞ്ഞു വിടുകയും ചെയ്യും. കാരണം ഹോസ്പിറ്റലിലെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന ഒരു കാര്യം, ഹോസ്പിറ്റൽ ലോസ് എന്ന് പറയുന്നത് അത്രത്തോളം സ്ട്രോങ് ആണ്. അവിടെ ഒരു രീതിയിലും പേഷ്യൻസിൻ്റെ കാര്യത്തിലായാലും അങ്ങനെയാണ്. പേഷ്യൻസിന് പോലും ഇപ്പം ഡ്രഗൊക്കെ അടിച്ച് വന്ന പ്രശ്നം ഉണ്ടാക്കുന്ന പേഷ്യൻസിനെ പോലും അവിടെ സെക്യൂരിറ്റി പറഞ്ഞു വിടും, അവിടെ പിടിച്ചു മാറ്റും. പ്രത്യേകിച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണെന്ന്.
സ്ട്രിക്റ്റ് കാര്യങ്ങളല്ല, സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് ഹോസ്പിറ്റൽസിൽ നടക്കുന്നത്. കാരണം നമ്മൾ ആ ഹോസ്പിറ്റലിൽ ഒരു സ്റ്റാഫ് ആകുമ്പം നമ്മൾ അതിൻ്റെതായ എല്ലാ റെസ്പോൺസിബിലിറ്റിയും നമ്മൾ കാണിച്ചിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസിനെ അത് വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ചില സമയത്ത് സാലറി ആ ഒരു കാരണം കൊണ്ട് കട്ടാവാനും ചാൻസ് കൂടുതലാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് ചില ഹോസ്പിറ്റലിൽ. പിന്നെ എല്ലാവരും എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ നിൽക്കുന്നതാണ്. എത്രത്തോളം പ്രഷർ ആയാലും നമ്മൾ കടിച്ചു പിടിച്ച് നിന്നു പോകും. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് സെയിൽസ് എക്സ്പീരിയൻസ്, ഒരു ടാർഗറ്റ് അങ്ങനെയുള്ള ഒരു മേഖലയല്ലല്ലോ. ഇപ്പം ഞാൻ ഈ സെയിൽസ് ഫീൽഡിൽ കുറച്ച് വർക്ക് ചെയ്ത് ഈ കോൾസിലൊക്കെ വർക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് ആ ഒരു ഫീൽഡിനോട് അത്രയും ഇൻട്രസ്റ്റ് കുറവാണ്. പക്ഷേ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ പേഷ്യൻ്റ് കെയറും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യുക നമുക്ക് നല്ല രസമായിരിക്കും. പക്ഷെ നമ്മൾ ചില സമയത്ത് നമുക്ക് നല്ല സ്ട്രഗിൾസ് ഉണ്ടാവും. നോർമലി നമ്മൾ ഈ പറഞ്ഞ തൊട്ട് ഞാനിപ്പം പറഞ്ഞിട്ടില്ലേ 1 മന്ത് ഞാനൊരു 2 മന്ത് ഒരു ഹോസ്പിറ്റലിൽ ഫസ്റ്റ് നമ്മുടെ ISST കഴിഞ്ഞപ്പോൾ കയറിയിരുന്നു. ആ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഡോക്ടേഴ്സിന് സിസ്റ്റം ഇല്ല. അപ്പം നമ്മൾ ഒരു കാർഡുണ്ട്, ആ കാർഡിൽ ഡോക്ടറിൻ്റെ പേര് ഡീറ്റെയിൽസ് ഒക്കെ കഴിഞ്ഞിട്ട് പേഷ്യൻറ്റിനെ നമ്മൾ ആ കാർഡും കൊണ്ട് ഡോക്ടറിൻ്റെ അടുത്തോട്ട് ഓടി തിരിച്ചു വരും. അങ്ങനെ പോയി ഒത്തിരി അബദ്ധം പറ്റിയിട്ടുണ്ട്. ആ കൊടുത്ത കാർഡ് മാറിപ്പോയിട്ടുണ്ട്. അതിന് ഡോക്ടറെ നമ്മളെ ചീത്ത വിളിച്ചിട്ടുണ്ട്, നമ്മുടെ റിസപ്ഷനിലെ ചേച്ചിമാരെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അവരതിനുള്ള ദേഷ്യമെല്ലാം നമ്മളോട് തീർക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവം ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് ആരോടും ഒരു വ്യക്തിപരാഗിയൊന്നും ആരും വെക്കത്തില്ല. കാരണം അതൊക്കെ ഒരു നമ്മുടെ വർക്കിൻ്റെ പരമായിട്ടുണ്ടാകുന്ന ഒരു കാര്യം. പിന്നെ ആരും ഇത് പേഴ്സണലി ഒന്നും വെക്കത്തില്ല. പിന്നെ ഒരു സോറി പറയുമ്പോൾ അതവിടെ കഴിയും. അതിനെ പിന്നെ നമ്മൾ വലിയായിട്ട് എടുക്കാറില്ല. അതാണ് അവിടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അതിപ്പോൾ ഏത് വർക്ക് പ്ലേസിലായാലും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. സോ എനിക്കപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഷെയർ ചെയ്യുള്ളത്. ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യണം തോന്നിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് എത്തിയത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പുതിയ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള പുതിയ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരും. അതേപോലെ പുതിയ വ്ളോഗുമായിട്ട് ഞാൻ പറഞ്ഞ ഹോസ്റ്റൽ വ്ളോഗ് ഞാൻ കാണിക്കാം. അതേപോലെ ക്ലാസ് തുടങ്ങിയ ശേഷം കുറച്ചുകൂടി വ്ളോഗും വീഡിയോസും എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ടൈം പോലെ നമുക്ക് ഉറപ്പ് പറയാനും പറ്റത്തില്ല, നമ്മുടെ സമയം പോലെയൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളത് അതൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് അത് നല്ല കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായില്ലേ, നമുക്ക് അതിൽ നിന്ന് നമ്മളൊരു പാഠം പഠിക്കുന്നുണ്ട്. ഓരോ എക്സ്പീരിയൻസ് ഓരോ പാഠങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെയല്ല, ഓരോ എക്സ്പീരിയൻസ് നമുക്ക് അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരു പാഠങ്ങളാണ്. അതേ രീതിയിലാണ് നമുക്ക് ഹോസ്പിറ്റൽസിലും വരുന്നത്. അപ്പം ഇതൊരു ഒരു ചെറിയൊരു എൻ്റെ ഒരു അഡ്വൈസും അല്ല, ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയ ശേഷം ജോലിക്ക് കയറുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾക്ക് ഇത് ഓർമ്മയിലുണ്ടാവണം ഇങ്ങനൊരു അബദ്ധം പറ്റിയ കാര്യം. നമുക്ക് എവിടെ ആയാലും അബദ്ധം പറ്റും. നമ്മൾ ജോലി വളരെ സ്ട്രെസ്ഫുള്ളായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാം മറന്നു പോകും. അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് മനസ്സിലാക്കി ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിനിയും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.